ഒരു ആഗ്രഹ ഗായകനാണ്. അതുകൊണ്ട് ചില പാട്ട് എപ്പോഴും എന്താ വെച്ചാൽ മരണം വരെ പാടിക്കൊണ്ടേയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സ്റ്റേജിൽ പാടാന്നുള്ളതല്ല, സിനിമയിൽ പാടുന്നില്ല, ജീവിതത്തിൽ തന്നെ പാടണം, അതിൽ പാട്ടുകൾ കുറെ കേൾക്കണം എന്നുള്ളത്. അപ്പൊ പാട്ട് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എനിക്കൊരു അവസരം ഇതുപോലെ ചൈതന്യം പോലെ അവസരം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ, നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ലാലേട്ടൻ എനിക്കൊരു ചാൻസ് തന്നാണ്. പുള്ളി സംവിധാനത്തെ കോബ്ര എന്നുള്ള ചിത്രത്തിൽ ആ പാട്ട് മമ്മൂക്കയ്ക്ക് ലാലുലക്സിന് വേണ്ടി ഞാനാ പാടിയിരിക്കുന്നത്. എന്റെ നെഞ്ചിനുള്ളില് കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളില് രണ്ടിലങ്കിളി പൈതങ്ങളുണ്ട്, ആ പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, താലിക്കെട്ടണ 2 പേരുണ്ട്, ആരാണെന്നേ ആരാണെന്നേ പറ പറ പപ്പ. അപ്പൊ ഈ ഇമിറ്റേറ്റ് പാടിയുണ്ട് കേട്ടോ. അല്ല, ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇമിറ്റേറ്റ് ചെയ്ത് പാടുക എന്നുള്ളത് ഈ പറഞ്ഞ ഈ നടന്ന സ്റ്റാർട്ടിങ് തന്നെ ഇന്നസെന്റ് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിങ്ങനെ പട്ടിണി കിടക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അറിയാതെ പാടിപ്പോ എല്ലാം അവസാനം വരുമ്പോ അന്നമാടുണ്ടോന്ന് പറഞ്ഞല്ലേ, അന്നത്തിലാണ് സംഭവം എല്ലാം. നവാസുക്കട എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി മച്ചാനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഒരുപാട് ചിരിപ്പിച്ച പടമാണ്. അതെ, തകർത്താടിയ പടമാണ്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ഇതുപോലെ. അപ്പൊ അന്നൊരു സിനിമ കാണുക എന്ന് പറഞ്ഞാല് 10 പേര് പോയി കണ്ട്, അല്ലെങ്കിൽ കണ്ടതിന് ശേഷം മൗത്ത് പബ്ലിസിറ്റിയിലാണ് കൂടുതലും ആൾക്കാർ കൊള്ളാം പടം എങ്ങനെയുണ്ട്, കൊള്ളാമോ നല്ല പടമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കയറി കാണാറ്. പക്ഷെ അന്ന് ഒരു നായക പദവിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് നവാസിക്ക. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. പിന്നീട് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സജീവമായപ്പോൾ ഇപ്പോൾ എല്ലാവരും മൊബൈലിൽ നോക്കിയിരിക്കുക ഒരു പടം റിലീസായി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ കാണാനായിട്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? അല്ല, റിവ്യൂ കാണാതിരിക്കുന്നവരല്ലേ, റിവ്യൂ കാണാതിരിക്കുന്നവർ റിവ്യൂ കാണും, അല്ലാത്തവര് ഈ പറഞ്ഞ പോലെ ചോദിച്ചറിയുന്നവരുണ്ടാവും. പിന്നെ എനിക്കൊന്നുണ്ടെങ്കിൽ ഈ സിനിമ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനെ അങ്ങനെ പറഞ്ഞൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അല്ല ആരെങ്കിലും നല്ല സിനിമയെ മോശമായി പറഞ്ഞുകൊണ്ട് സിനിമ തകർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ. കാരണം വെച്ചാൽ നല്ല സിനിമയാണെങ്കിൽ ഒരു റിവ്യൂ ഇല്ലെങ്കിലും ഇനി റിവ്യൂ വന്നാലും ഒക്കെ ആ സിനിമ സ്വീകരിക്കുക. അത് റീസെൻ്റ്ലി എത്രയോ നല്ല പടങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ നമ്മൾ ഞാൻ അറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ ആ റിവ്യൂ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്ന ആളല്ല. റിവ്യൂ നോക്കി സിനിമ കാണുന്ന ആളല്ല, മൗത്ത് പബ്ലിസിറ്റിയാണ്. അത് ഒരാൾ കണ്ടു, ആകെ ഇഷ്ടപ്പെട്ടു, ആരെങ്കിലും വഴി നമ്മളത് അറിയും. ഒരു മനുഷ്യനുണ്ടാവും അല്ലേ? റീസെന്റ് ചെറിയ, ഞാൻ പടത്തിന്റെ പേര് പറഞ്ഞു, റീസെന്റ് ചെറിയ 2 പടങ്ങളെ ഞാൻ അതുപോലെ അറിഞ്ഞ് കണ്ടു. ഞാൻ അതിൽ ആർട്ടിസ്റ്റുകൾ വിളിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു.